ഹായ് കൂട്ടുകാരെ. അങ്ങനെ വലിയ പ്രതികരണ വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ പ്രതികരിക്കണം എന്നും തോന്നാറില്ല. തോന്നിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യാറില്ല. എന്തിന് എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. എന്നാൽ ഇപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയത്, ഇന്നലെ ഞാൻ കണ്ട ഒരു ചെറിയൊരു 3 മിനിറ്റിനുള്ളിലുള്ള ചെറിയ റീൽസിനകത്ത് കാണുന്ന ഒരു വാർത്താ സമ്മേളനം. അതൊരു ഡോക്ടറിൻ്റെ വാർത്താ സമ്മേളനമായിരുന്നു. അതായത് അവർ ചോദിച്ചിട്ട് മറുപടി കൊടുക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ആ സമയത്ത് തന്നെ വല്ലാണ്ടങ്ങ് തിളച്ചെനിക്ക്, ഭയങ്കരമായിട്ട് തിളച്ചു. പെണ്ണുമ്പളെ കിട്ടിയാൽ ഞാൻ ഇടിച്ചേനെയായിരുന്നു സത്യമായിട്ടും. കാരണം അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അല്ല എനിക്ക് തിളവ് വന്നത്. അവർ പറഞ്ഞ ഒരു പർട്ടിക്കുലർ വാക്കുണ്ട്. അതായത് ഒരു കത്രിക 50 വർഷത്തോളം വയറ്റിൽ കിടന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവനോ യാതൊന്നും സംഭവിക്കില്ല. പിന്നെ ഇതൊരു ഡോക്ടറിൻ്റെ പിഴവല്ല, അതൊരു സിസ്റ്റത്തിൻ്റെ പിഴവാണ് എന്നൊരു, അതായത് സിസ്റ്റം ഒരു 50 വർഷം. ഈ 2 വാക്കുകൾ എന്നെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. കാരണം വെച്ചാൽ ഞാനൊരു നേഴ്സാണ്. ഞാനിപ്പോൾ ഏകദേശം കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ വർക്ക് ചെയ്യാതിരിക്കുന്നുള്ളൂ. ഞാൻ വർക്കിംഗ് വുമൺ ആയിരുന്നു. OT നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ പോസ്റ്റ് ഓഫ് പേഷ്യൻസിനെയാണ് ഞാൻ കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്, കുട്ടികളെയൊന്നുമല്ല. അപ്പോൾ അത്യാവശ്യം അറിയുന്ന ചെറിയൊരു നോളജ് ഉള്ളതിൻ്റെ ബേസിൽ പറയണം. പിന്നെ കേരളത്തിലല്ല ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് ഔട്ട് ഓഫ് കേരള ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കുറച്ചും കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടെ എക്സ്പ്ലോർ ആയിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഓപ്ഷൻ ഉണ്ട് കയറാനും കാണാനും എടുക്കാനും ഒക്കെ. അപ്പോൾ ഇവർ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. പിന്നെ വിചാരിച്ചിട്ട് അപ്പം നമ്മളിവിടെ കിടന്ന് തിളച്ചിട്ട് എന്ത് കാണാനാ? കാണേണ്ട അധികാരികൾ കണ്ടാലേ അല്ലേ നമുക്കതിനുള്ള നീതി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ആ അമ്മച്ചിയോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. ഒരു കത്രിക നിങ്ങൾ നിങ്ങളുടെ വയറ്റിലിട്ട് കൊണ്ട് നടാൻ കുറേ നാൾ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, ആ ഫോർസെപ്സ് കൊണ്ട് കയറുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, സിസ്റ്റം അത് വരുന്നത് 2ാമതോ 3ാമതോ ആണ്. ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആരാണോ മെയിൻ സർജൻ അവരുടെ കൂടെ ഒരു ജനറൽ സർജൻ ഉണ്ടാവും, OT ടെക്നീഷ്യൻ ഉണ്ടാവും, അനസ്തേഷ്യ ഡോക്ടർ ഉണ്ടാവും, അതോടൊപ്പം തന്നെ നേഴ്സുമാർ സീനിയർ ഉണ്ടാവും, ജൂനിയേഴ്സ് ഉണ്ടാവും അല്ലേ, ഇത്രയും പേരുണ്ടാവും. ഇവരിൽ നിന്നും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആരാണോ ഓപ്പറേഷൻ ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് സൂക്ഷിക്കുക, എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതും എവിടെ വയ്ക്കണം എന്നുള്ളതും ഏതൊക്കെയാണ് അതായത് ഓപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഓപ്പറേഷൻ ചെയ്യുന്ന വ്യക്തി അവരെ ഡിപ്പെൻഡ് ആണ്. OT ടെക്നീഷ്യൻ്റെ ജോലിയല്ല. ഒരു OT ടെക്നീഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സർജറിക്ക് അതൊരു കൈയിടാറില്ല. അവരാകെ ചെയ്യുന്നത് സക്ഷൻ, സ്പഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡോക്ടറിന് വേണ്ട ഇൻസ്ട്രുമെൻറ്റ് കൊടുക്കുക, ഡോക്ടേഴ്സിന് വേണ്ട മരുന്നുകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ത്രെഡ്സ് കാര്യങ്ങൾ അവർക്ക് വേണ്ട നീഡ്സ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ ഒരു ജനറൽ സർജൻ നിൽക്കുന്ന കാര്യം, മെയിൻ സർജൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു കട്ട് വരിക, എക്സ്ട്രാ ഇഞ്ചുറീസ്, വെയിൻ കട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് പാനിക്കാകുമ്പോൾ ഒരു അഡീഷണൽ ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരത് നിരീക്ഷിച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നേഴ്സുമാരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആരെ അസിസ്റ്റ് ചെയ്യാനുള്ളതാണ്? ഈ OT ടെക്നീഷ്യൻസിനെയും ഡോക്ടേഴ്സിനെയും അനസ്തേഷ്യനെയൊക്കെ അസിസ്റ്റ് ചെയ്യുക. അവർക്ക് വേണ്ടുള്ള ആവശ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് IV കുന്തം എന്തൊക്കെയാണ് എടുത്തുകൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്പഞ്ച് ചെയ്യും. അതായത് സ്പഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളത് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലീഡ് ആവുമ്പോൾ സക്ഷൻ ചെയ്യുമ്പോൾ അത് ഡോക്ടർക്കാണ് കാണുന്നത്. ആ ഡോക്ടറാണ് ചെയ്യേണ്ടത് തൻ്റെ ഇൻസ്ട്രുമെൻറ്റ് അകത്ത് വയ്ക്കണോ പുറത്ത് വയ്ക്കണോ എന്നുള്ളത്. അപ്പോൾ അകത്ത് വയ്ക്കാതെ അത് പുറത്ത് വയ്ക്കുക എന്നുള്ളതും സ്റ്റിച്ച് ഇടുമ്പോൾ സ്പഞ്ച് ചെയ്ത് നോക്കേണ്ടതും അവരുടെയാണ്. അല്ല ഒരു സിസ്റ്റമല്ല അത് ചെയ്യുന്നത്. ഇവർ പറഞ്ഞു സിസ്റ്റമാണെന്ന് പറഞ്ഞു, സിസ്റ്റത്തിന് തകരാറാണെന്ന്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എല്ലാം വെച്ച് കെട്ടി തുന്നിക്കെട്ടി ആളെ റെഡിയാക്കി പോസ്റ്റ് ഓഫിലോട്ട് ഒബ്സർവേഷന് കൊണ്ടുവയ്ക്കും. ഈ ഓപ്പറേഷൻ കഴിയുന്ന പാടെ ഒരു നേഴ്സും ഒരു ഡോക്ടറും ഒരു ടെക്നീഷ്യൻസും ഓടിപ്പോയിട്ട് ഇൻസ്ട്രുമെൻറ്റ് വാഷ് ചെയ്ത് എണ്ണ എടുക്കാറില്ല. അവർ ആ ടൈമിലെല്ലാം എടുത്തിട്ട് ഒരു നേഴ്സ് എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് വരും. കാരണം ഈ പേഷ്യൻറ്റിനെ തുന്നിക്കെട്ടി എടുക്കുമ്പോൾ അവരെ അവിടെ നിന്ന് OTക്ക് പുറത്താക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണം. ആ സമയത്ത് ഇതെല്ലാം നമ്മൾ പറക്കി എല്ലാം കൊണ്ടുവന്ന് അവിടെ ഇടുകയാണ് ചെയ്യുന്നത്. ഇട്ടിട്ടാണ് അവർ തിരിച്ച് ബാക്ക് വന്നിട്ടാണ് ഇതെല്ലാം കഴുകി നമ്മൾ എണ്ണി വെക്കുന്നത്.
അപ്പോഴാണ് ഒരെണ്ണം മിസ്സിങ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പോഴാണ് മനസ്സിലായോ, സാധനം മിസ്സിങ് ആണെന്നുള്ളത് മനസ്സിലാവണത്. അപ്പോൾ നിങ്ങൾ എണ്ണിയില്ല എന്നുണ്ടെങ്കിൽ അതറിയാനും പോകുന്നില്ല. അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് എണ്ണിയില്ല എന്നല്ലേ. അപ്പോൾ എണ്ണിയിട്ട് നിങ്ങൾക്ക് മനസ്സായിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയ പേഷ്യൻ്റെ നിങ്ങൾ പടയ്ക്കെന്നെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് വീണ്ടും കൊണ്ടുവന്ന് ഓട്ടിക്കൊണ്ടുവന്ന് വീണ്ടും കുത്തി കയറി എടുക്കുക പുറത്ത്. അത് ഏത് സിസ്റ്റത്തിൻ്റെ ഫെയിലറാണ്? ഏത് നേഴ്സിൻ്റെ ഫെയിലറാണ്? ഏത് ടെക്നീഷ്യൻ്റെ ഫെയിലറാണ്? ഇത് സർജൻ്റെ ഫെയിലർ തന്നെയാണ്. അതൊരു സിസ്റ്റത്തിൻ്റെയും ഫെയിലിംഗ് അല്ല, അതൊരു നേഴ്സിൻ്റെയും ഫെയിലറല്ല. അപ്പോൾ ന്യായീകരിക്കാം, വേണ്ടെന്ന് പറയത്തില്ല. വർഗീയതയൊക്കെ അത്യാവശ്യം നല്ലതാണ്. നേഴ്സുമാരെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള നേഴ്സുമാർ ഇടപെടും, സ്വാഭാവികമാണ്. അത് വർഗീയ സ്നേഹം എന്ന് പറയുന്നത്. വർഗീയ സ്നേഹം വേണമെന്നേ, വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. എല്ലാ തരത്തിലും വർഗീയ സ്നേഹം വേണം. എവിടെയൊക്കെ പൊളിറ്റിക്സ് ഉണ്ടോ അവിടെയൊക്കെ വർഗീയ സ്നേഹം ഉള്ളതാണ്. പക്ഷെ ഒരുമാതിരി ആടിന് പട്ടിയേക്കണ വർഗീയ സ്നേഹം ഉണ്ടാവരുത്. അതൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. അത് കേട്ടപ്പം വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു, എനിക്ക് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളിതൊന്ന്, ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഗൂഗിൾ ചെയ്ത് നോക്കാം, യൂട്യൂബിൽ കയറി നോക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ്. ഓരോ ഹോസ്പിറ്റലിൻ്റെയും ഓപ്പറേഷൻ മെത്തേഡ് വ്യത്യാസമാണ്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ പോലെയല്ല ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇവിടുത്തെ രണ്ടിടത്തെയും പോലെ ആയിരിക്കില്ല ഒരു ക്ലിനിക്കിൽ. അതുപോലെ കൺട്രി, സ്റ്റേറ്റ്, ഇതൊക്കെ ഡിഫറൻസ് അതായത് വരും. ഹോസ്പിറ്റലിലെ രീതികൾക്ക് വ്യത്യാസം വരും, പക്ഷേ ചെയ്യുന്ന ജോലി ഒന്ന് തന്നെയാപ്പാ. അപ്പം ശരി.